ഹായ് ഹലോ. നമുക്ക് ക്രിസ്മസൊക്കെ ആയിട്ട് നമ്മുടെ ബാൽക്കണിയിലും സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് സ്റ്റാറിൻ്റെയോടൊപ്പത്തിനൊപ്പം മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റമായിട്ടാണ് വന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ പുൽക്കൂടിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചാരി വയ്ക്കാനായാലും ഒക്കെ സൂപ്പർ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതുമ്മേ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കാണ്. അതുമ്മേ നമ്മുടെ മൈക്രോ ഫൈബറോ അല്ലെങ്കിൽ പഞ്ഞിയോ എന്തെങ്കിലും ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു കട്ടി കിട്ടാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ ചെയ്തേക്കുന്നത് അതൊരു കടലാസാണ്. ഞാനത് ഒരു സ്കിൻ കളർ കിട്ടാൻ വേണ്ടി ഈ ഒരു കടലാസ് എടുത്തതാണ്. നിങ്ങൾക്ക് ഈ ഒരു കളറിൽ ഒരു തുണി അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം താഴെ നമ്മൾ ഓൾറെഡി തമ്പനെയിൽ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ പിക്ചർ എങ്ങനെയാണ് അത് വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ വരാൻ വേണ്ടി നമ്മൾ വൈറ്റ് നൂല് നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന നൂലുണ്ടല്ലോ, അതെനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടിയും കട്ടിയുള്ള ടൈപ്പ് ഇതാണ് വാങ്ങിച്ചേക്കണം. അതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാൻഡയുടെ താടിയും മീശയും ഒരു വൈറ്റ് ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചേക്കണതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പഞ്ഞി ഇതുപോലെ ആ കളറ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട് നമ്മൾ ആ മൂക്കിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ ഓക്കെ ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. തൊപ്പി ചെയ്യാൻ പോകുമ്പോൾ തൊപ്പിയുടെ അടിഭാഗത്തുള്ള ആ വൈറ്റ് ചെറിയൊരു വീതിയിലുണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് അവിടെ ചെയ്ത് കൊടുക്കണത്. അതിന് ശേഷം നമ്മൾ റെഡ് നൂല് വെച്ചിട്ട് മൊത്തം കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ വെക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറൊക്കെ ഇപ്പോൾ കൂടുതലും സ്റ്റാറിനേക്കാളും കൂടുതൽ വേറെ കുറേ ഐറ്റംസാണ് നമ്മൾ കടകളിലും കാര്യങ്ങളിലൊക്കെ കാണുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് പുതിയതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് കേട്ടോ. നമ്മൾ ഫുള്ള് ഈ റെഡ് നൂല് വെച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ണ് വയ്ക്കാനായിട്ടുള്ള ഒരു ബ്ലാക്ക് ഇതാണ്. എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു ബ്ലാക്ക് മാലമുത്ത് അങ്ങനെയൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് തെർമോക്കോളില്ലേ, ചെറിയ തെർമോക്കോളില്ലേ, അതുമ്പോൾ നമ്മുടെ സ്കെച്ച് പെൻ വെച്ചിട്ട് കളർ ചെയ്തതാണ് കേട്ടോ ഇത്. അങ്ങനെയാണ് ഞാനത് സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ സാൻഡയുടെ റെഡ് തൊപ്പിയുമേ വൈറ്റ് തെർമോക്കോൾസിൻ്റെ മുത്തുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണൊരു ഇത്. ഇനി നമുക്ക് ഇതിലും എന്തെങ്കിലും കൂടുതൽ വ്യത്യാസങ്ങൾ വരുത്താം. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനിയും നമ്മൾ കൂടുതൽ വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്കിതിങ്ങനെ ഒരു റെഡ് നൂലും കൂടെ കൊടുത്തിട്ട് ഹാങ് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.